തമിഴക രാഷ്ട്രീയത്തിൽ ചരിത്രം കുറിക്കാൻ വിജയുടെ തമിഴക വെട്ടിക്കഴകം തയ്യാറെടുക്കുകയാണ്. കേവലം വാഗ്ദാനങ്ങളിൽ ഒതുങ്ങാതെ അധികാരത്തിലെത്തിയാൽ ജനപ്രതിനിധികളുടെ പ്രവർത്തനം എങ്ങനെയായിരിക്കണമെന്നതിന്റെ വ്യക്തമായ രൂപരേഖയാണ് വിജയ് അവതരിപ്പിക്കുന്നത്. നിയമസഭയിലെത്തുന്ന കന്നി MLA-മാർക്ക് മണ്ഡലത്തിലെ ജനങ്ങളെ തടസ്സമില്ലാതെ സേവിക്കാൻ ഔദ്യോഗിക വാഹനങ്ങളും ഓഫീസ് സഹായികളെയും ലഭ്യമാക്കുന്ന വിജയുടെ പ്രഖ്യാപനം തമിഴ് രാഷ്ട്രീയ ലോകത്ത് വലിയ ചർച്ചയായി കഴിഞ്ഞു. തമിഴ്നാട് നിയമസഭയിലേക്ക് ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാർക്ക് ഔദ്യോഗിക വാഹനവും സഹായികളെയും വിട്ടുനൽകാൻ മുഖ്യമന്ത്രി വിജയ് തീരുമാനിച്ചതായാണ് റിപ്പോർട്ട്. VCK MLA ജ്യോതിമണി നിയമസഭയിൽ ഉന്നയിച്ച ആവശ്യത്തിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ ഈ സുപ്രധാന നീക്കം. സ്വന്തമായി വാഹനമില്ലാത്തതിനാൽ വലിയ മണ്ഡലങ്ങളിൽ യാത്ര ചെയ്യാനും ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കാനും ബുദ്ധിമുട്ടുന്നുവെന്ന് MLA സഭയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ വിഷയം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് സ്പീക്കർ നൽകിയ ഉറപ്പിന് പിന്നാലെയാണ് ഇപ്പോൾ അനുകൂലമായ തീരുമാനമുണ്ടായിരിക്കുന്നത്. മണ്ഡലങ്ങളിൽ കൃത്യമായ പരിശോധന നടത്താനും വികസന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും കാർ സൗകര്യം അത്യാവശ്യമാണെന്നായിരുന്നു MLA-യുടെ വാദം. സഭയിലേക്ക് ആദ്യമായി എത്തുന്ന അംഗങ്ങളിൽ പലർക്കും സ്വന്തമായി വാഹനങ്ങൾ വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയില്ല എന്ന കാര്യവും മുഖ്യമന്ത്രിയുടെ തീരുമാനത്തിന് കാരണമായിട്ടുണ്ട്. ഈ പുതിയ പദ്ധതി പ്രകാരം ആദ്യമായി സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മുഴുവൻ MLA-മാർക്കും വാഹനത്തോടൊപ്പം തന്നെ ഭരണപരമായ കാര്യങ്ങളിൽ സഹായിക്കാൻ പേഴ്സണൽ അസിസ്റ്റന്റ്മാരെ നിയമിക്കും. പുതിയ തീരുമാനത്തിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ TVK അംഗങ്ങളായിരിക്കും. വിജയുടെ പാർട്ടിയിൽ നിന്നുള്ള MLA-മാരിൽ 98% പേരും നിയമസഭയിൽ കന്നി അംഗങ്ങളാണ്. മന്ത്രിമാരായിട്ടുള്ളവർക്ക് നിലവിൽ തന്നെ കാറും സഹായികളും സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ മന്ത്രിസ്ഥാനമില്ലാത്ത പുതുമുഖ MLA-മാർക്കാണ് ഈ ആനുകൂല്യം വലിയ ആശ്വാസമാകുന്നത്. TVK-യിലെ 70ഓളം MLA-മാരാണ് ഈ ആനുകൂല്യം ലഭിക്കാൻ അർഹരെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. TVK അംഗങ്ങൾക്ക് പുറമെ VCK, DMK, AIDMK, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എന്നിവയിൽ നിന്നുള്ള പുതുമുഖ MLA-മാർക്കും ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും. ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ ഭേദമില്ലാതെ സഭയിലെ എല്ലാ കന്നി MLA-മാരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ തീരുമാനം നടപ്പിലാക്കുന്നത്. MLA-മാരുടെ മണ്ഡലങ്ങളിലെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുകയും ജനങ്ങളുമായുള്ള സമ്പർക്കം എളുപ്പമാക്കുകയുമാണ് ഈ നീക്കത്തിലൂടെ ലക്ഷ്യമിടുന്നത് എന്ന് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. വൻകിട വ്യവസായികളിൽ നിന്നോ പ്രാദേശിക കരാറുകാരിൽ നിന്നോ ഫണ്ടുകളോ സഹായങ്ങളോ സ്വീകരിക്കുന്നത് ഒഴിവാക്കി ആദ്യ ദിനം മുതൽ സ്വതന്ത്രമായും സുതാര്യമായും പ്രവർത്തിക്കാൻ ഇത് സഹായിക്കും. ഇവർക്കുള്ള വേതനവും യാത്രാബത്തയും സർക്കാരിൽ നിന്നോ പാർട്ടി തലത്തിലോ ലഭ്യമാക്കുന്ന രീതിയിലാണ് പദ്ധതി രൂപകൽപ്പന ചെയ്യുന്നത്. പരമ്പരാഗതമായി മുതിർന്ന നേതാക്കൾക്കോ സാമ്പത്തിക ഭദ്രതയുള്ളവർക്കോ ലഭിക്കുന്ന മുൻഗണനകളിൽ നിന്ന് മാറി ജനപ്രതിനിധിയുടെ സാമ്പത്തിക പശ്ചാത്തലം നോക്കാതെ തുല്യ പ്രവർത്തന സാഹചര്യം ഒരുക്കുക എന്നതാണ് ഈ നീക്കത്തിലൂടെ ലക്ഷ്യമിടുന്നത്. അതിനിടെ ഭരണത്തിലേറി 100 ദിവസങ്ങൾ പിന്നിടുമ്പോൾ തമിഴ്നാട് രാഷ്ട്രീയത്തിലും വ്യവസായ രംഗത്തും ചരിത്ര നേട്ടവുമായി TVK സർക്കാർ. മുഖ്യമന്ത്രി C. ജോസഫ് വിജയുടെ സാന്നിധ്യത്തിൽ സംഘടിപ്പിച്ച നിക്ഷേപ സംഗമത്തിൽ 67,452 കോടി രൂപയുടെ പുതിയ കരാറുകളിലാണ് ഒപ്പുവെച്ചിരിക്കുന്നത്. ഇതോടെ സർക്കാരിന്റെ ആദ്യ 100 ദിവസത്തിനകം 1.02 ലക്ഷം കോടി രൂപയുടെ റെക്കോർഡ് നിക്ഷേപം ആകർഷിക്കാമെന്ന വാഗ്ദാനമാണ് യാഥാർത്ഥ്യമായിരിക്കുന്നത്. ദിവസം തോറും ശരാശരി 1000 കോടി രൂപ വീതം നിക്ഷേപം എത്തിയെന്ന വ്യവസായ മന്ത്രി S. കീർത്തനയുടെ പ്രഖ്യാപനം രാജ്യശ്രദ്ധ മുഴുവൻ തമിഴ്നാട്ടിലേക്ക് തിരിക്കാൻ പോകുന്നതാണ്. കഴിഞ്ഞ ദിവസം നടന്ന പ്രത്യേക സംഗമത്തിൽ പ്രമുഖരായ 97 കമ്പനികളുമായാണ് സർക്കാർ ധാരണാപത്രങ്ങളിൽ ഒപ്പുവെച്ചത്. ഈ വൻകിട നിക്ഷേപങ്ങളിലൂടെ തമിഴ്നാട്ടിൽ പുതിയതായി 1.21 ലക്ഷം പേർക്ക് തൊഴിലവസരങ്ങൾ ലഭിക്കുമെന്നാണ് ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നത്. മാത്രമല്ല സംരംഭകർക്ക് വെറും 3 ആഴ്ചയ്ക്കുള്ളിൽ ലൈസൻസ് ലഭ്യമാക്കുന്ന തരത്തിലുള്ള വേഗത്തിലുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. ബജറ്റിൽ ബഹിരാകാശ വ്യവസായ നിക്ഷേപ മേഖലയായി പ്രത്യേകമായി പ്രഖ്യാപിച്ച തൂത്തുക്കുടി, തിരുനെൽവേലി ജില്ലകളിൽ മാത്രം 650 കോടി രൂപയുടെ നിക്ഷേപം എത്തിയത് ഈ മേഖലയുടെ വലിയൊരു മുന്നേറ്റത്തെയാണ് അടയാളപ്പെടുത്തുന്നത്. വിവിധ മേഖലകളിലുള്ള നിക്ഷേപ പ്രവാഹം കണക്കുകളെ കൂടുതൽ അതിശയകരമാക്കുന്നുണ്ട്. ഡേറ്റാ സെന്റർ മേഖലയിലേക്ക് 26,417 കോടി രൂപയും ഓട്ടോമോട്ടീവ് രംഗത്തേക്ക് 17,073 കോടി രൂപയും പുനരുപയോഗ ഊർജ്ജ മേഖലയിലേക്ക് 15,787 കോടി രൂപയും കൺസ്ട്രക്ഷൻ ആൻഡ് മാനുഫാക്ചറിംഗ് മേഖലയിലേക്ക് 9,525 കോടി രൂപയും എന്നിങ്ങനെയാണ് പ്രധാന നിക്ഷേപങ്ങൾ എത്തിയിരിക്കുന്നത്. മറ്റ് വിവിധ മേഖലകളിലെ നിക്ഷേപങ്ങളും ഇതിന് പുറമെയാണ്. അധികാരത്തിലെത്തി ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ ഇത്രയധികം തൊഴിലവസരങ്ങളും വിദേശ ആഭ്യന്തര നിക്ഷേപങ്ങളും കൊണ്ടുവരാൻ സാധിച്ചത് തമിഴ്നാടിന്റെ സാമ്പത്തിക ഭാവിയെ തന്നെ മാറ്റിമറിക്കുന്ന വലിയൊരു ചുവടുവെപ്പായിട്ടാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.